സംഖ്യാപുസ്തകം 2-ാം അധ്യായം. പാറയ്ക്കുമ്പോൾ യഹോവ പിന്നെയും മോശെയോട് അഹരോനോടും അരുളിച്ചെയ്തു, ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താന്താന്റെ ഗോത്രത്തിൽ അടയാളത്തോടു കൂടി കൊടിക്കരികെ പാളയം ഇറങ്ങണം. സമാഗമന കൂടാരത്തിന് എതിരായി ചുറ്റും അവർ പാളയം ഇറങ്ങണം. യഹൂദപാളയത്തിന്റെ കൊടുക്കീഴിലുള്ളവർ ഗണഗണമായി കിഴക്കു സൂര്യോദയത്തിനു നേരെ പാളയം ഇറങ്ങണം. യഹൂദയുടെ മക്കൾക്കു അമ്മീനാദാബിന്റെ മകൻ നാശോൻ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 74,600 പേർ. അവന്റെ അരികെ ഇസ്സാഖാർ ഗോത്രം പാളയം ഇറങ്ങണം. ഇസ്സാഖാരിന്റെ മക്കൾക്കു സൂവഹിന്റെ മകൻ നേതനേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 54,400 പേർ. പിന്നെ സെബൂലൂൻ ഗോത്രം, സെബൂലൂന്റെ മക്കൾക്കും അലോന്റെ മകൻ ഏലിയാബ് പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 51,400 പേർ. യഹൂദപാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആദ്യം 1,10,600 പേർ. ഇവർ ആദ്യം പുറപ്പെടേണം. രൂബേൻ പാളയത്തിന്റെ കീഴിലുള്ള ഗണമായി തെക്കുഭാഗത്തു പാളയമിറങ്ങണം. രൂബേന്റെ മക്കൾക്കു ശേദേന്റെ മകൻ എലിസൂർ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 46,400 പേർ. അവന്റെ അരികെ ശിമിയോൻ ഗോത്രം പാളയമിറങ്ങണം. ശിമിയോന്റെ മക്കൾക്കു സൂര്യസദ്ദയുടെ മകൻ ശെലൂമീൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 59,300 പേർ. പിന്നെ ഗാദി ഗോത്രം, ഗാദിന്റെ മക്കൾക്കു യേവിലിന്റെ മകൻ എലിയോസഫ് പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 46,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,09,509 പേർ. അവർ രണ്ടാമതായി പുറപ്പെടേണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവിയുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയം ഇറങ്ങുന്നത് പോലെ തന്നെ താതങ്ങളുടെ കൊടിക്കരികെ യാത്രാക്രമം പുറപ്പെടേണം. എഫ്രയീം പാളയത്തിൽ കൊടിക്കീഴിലുള്ളവർ ഗണഗണമായി പടിഞ്ഞാറ് ഭാഗത്തു പാളയം ഇറങ്ങണം. എഫ്രയീമിന്റെ മകൾക്കു അമ്മീഹൂദിന്റെ മകൻ എലീശാമ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 40,400 പേർ. അവന്റെ അരികെ മനശ്ശെ ഗോത്രം പാളയം ഇറങ്ങണം. മനശ്ശെയുടെ മക്കൾക്കു പെദോസിയുടെ മകൻ ഗമീലിയേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 36,200 പേർ. പിന്നെ ബെന്യാമിൻ ഗോത്രം പാളയം ഇറങ്ങണം. ബെന്യാമിന്റെ മക്കൾക്കും ഗിദെയോന്റെ മകൻ അബീദോൻ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 36,400 പേർ. എഫ്രയീം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,04,800 പേർ. അവർ മൂന്നാമതായി പുറപ്പെടണം. ദാൻ പാളയത്തിന്റെ കൊടിക്കീഴിലുള്ളവർ ഗണഗണമായി വടക്കേ ഭാഗത്ത് പാളയം ഇറങ്ങണം. ദാന്റെ മക്കൾക്കു അമ്മീശോയുടെ മകൻ അറിയേസർ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 66,700 പേർ. അവന്റെ അരികെ ആശേർ ഗോത്രം പാളയം ഇറങ്ങണം. ആശേരിന്റെ മക്കൾക്കു അക്കോന്റെ മകൻ പഗീയൻ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 40,400 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയം ഇറങ്ങണം. നഫ്താലിയുടെ മക്കൾക്കും എന്നോന്റെ മകൻ അഗീർ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 53,500 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളെ എണ്ണപ്പെട്ടവർ ആകെ 1,50,991 പേർ. അവർ തങ്ങളുടെ
കൂടെ ഒടുവിൽ പുറപ്പെടണം. ഇസ്രായേൽ മക്കളിൽ ഗോത്രവുമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,35,509 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവിയെ എണ്ണിയില്ല. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ തങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബമായും കുലമായും പുറപ്പെട്ടു.